തൊഴിലാളി ദിനമായിട്ട് തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാനോ അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടെ പച്ചക്കറി കച്ചവടം ചെയ്യാനോ വാങ്ങുവാനോ മൂക്കുപൊത്തി വരേണ്ട ഒരു അവസ്ഥയാണ്. നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു പങ്കാളിയാവാൻ കഴിയുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം അനധികൃതമായിട്ട് മാലിന്യങ്ങൾ യാത്രാകാലങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളും മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ മുതലാളിമാർ എപ്പോഴും അവരുടെ സമ്പത്ത് കുന്നുകൂടാനുള്ള ശ്രമത്തിലാണ് അവർ. ഇപ്പം 10 രൂപ 20 ആക്കാനും അല്ലെങ്കിൽ 1 കോടി 2 കോടി ആക്കാനും ഉള്ള ശ്രമത്തിലാണ്. തൊഴിലാളി അതല്ല, തൊഴിലാളി ജീവിതത്തിൻ്റെ അങ്ങേറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് തൊഴിലാളിക്ക് അറിയാം. തൊഴിലാളി ദിവസം വീട്ടിൽ ഇരുന്നാൽ ആരെയും പൈസ തരുമോ? ആരും തരൂല. 5 ദിവസം മക്കൾ തരും, നാളെ നമ്മൾ പോകണ്ടെന്ന് പറയും. നമ്മുടെ സാഹചര്യമാണ്, നമ്മളിവിടെ പാടുപെട്ടാലേ ഉള്ളൂ. ജോലിയുടെ മഹത്വം ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, വേറെ മാർഗമൊന്നുമില്ലല്ലോ. ജോലിക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. ഓട്ടോ ഓടുന്ന തൊഴിലാളിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പലരും ഹോട്ടലിൽ കയറിയിട്ട് ക്യാഷില്ല ഇറങ്ങി പോയിട്ടുണ്ട്, ക്യാഷ് തരാതെ പോയിട്ടുണ്ട്. പബ്ലിക് ടോയ്ലറ്റാണ്, ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. പൊതുജനങ്ങൾ പോകുന്നതും കച്ചവടക്കാരും കൂലിക്കാരും യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. ഇവർക്ക് കച്ചവടക്കാർക്ക് ആർക്കും ഒരു കച്ചവടം ഇല്ല, ഇവിടെ ആരും വാങ്ങാൻ വരുന്നില്ല. അവസ്ഥ എന്ന് വെച്ചാൽ ഈ മൂക്കുപൊത്തിയുള്ള ഒരു വരവാണ്. നാളെ മെയ് 1 ലോക തൊഴിൽ ദിനം. പ്രഭാതം ഉണരുന്നതിന് മുൻപ് തന്നെ ജീവിതവുമായി പൊരുതാൻ ഇറങ്ങുന്ന ചില മനുഷ്യരുണ്ട്. ദിവസവേതനത്തിൽ ജീവിക്കുന്നവർ, നമ്മൾ പലപ്പോഴും കാണുന്ന പക്ഷേ ശ്രദ്ധിക്കാത്ത മനുഷ്യർ. തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ ജീവിതം പച്ചയായ സത്യമായി നിൽക്കുന്ന ചില മനുഷ്യർ. ഇവിടെ ചുമട്ടുതൊഴിലാളികൾ വിയർപ്പിനെ മാത്രം ആശ്രയിച്ചാണ് കുടുംബം പോറ്റുന്നത്. ഒരു ദിവസം ജോലി കിട്ടിയാൽ ആ ദിവസം ഭക്ഷണമുണ്ട്, ഇല്ലെങ്കിൽ വീട്ടിൽ കാത്തിരിക്കുന്നത് പട്ടിണിയാണ്. നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ ചാല മേല കമ്മിറ്റിയുടെ കീഴിൽ വെറ്റക്കട സെക്ഷൻ, ഈ സെക്ഷൻ്റെ പേര് വെറ്റക്കട സെക്ഷൻ എന്നാണ്. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഈ ചുമട് തൊഴിലെടുക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ മെയ് ദിനമാണ് വരുന്നത്. ഈ മെയ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോകത്തുള്ള എല്ലാ തൊഴിലാളികൾക്കും ഈ മെയ് ദിന ആശംസകൾ നേരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ ആധിക്യമൊക്കെ കണക്കിലെടുത്താണെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്, ലേബറിൽ നിന്ന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് 11 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇവിടെ നമ്മുടെ തൊഴിലുടമകൾ അതൊന്നും കണക്കെടുക്കാറില്ല. അവർ സാധനം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ ഏത് വെയിലാണെങ്കിലും ഞങ്ങൾ പോയി ഇറക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ തൊഴിലുടമകൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഞങ്ങൾ മനുഷ്യരാണെന്നുള്ള ബോധം അവർക്കുണ്ടാവണം. പിന്നെയുള്ളത് നമ്മളെ ഈ ഇപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ തൊഴിലിടങ്ങളിൽ തൊഴിലാളിക്ക് ലേബർ കാർഡ് നിന്നാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ചില കോടതികൾ ഈ ആര് പോയി പിന്നെ ALO കാർഡിന് അപേക്ഷ കൊടുത്താലും അവർക്ക് ഉടനെ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലാളിയുടെ ഭാഗം കേൾക്കാറില്ല കോടതികൾ. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലുടമയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ടുവച്ച്, അതിപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളിയായിരുന്നാൽ ശരി, അവരെ കൊണ്ടുവച്ച് ജോലി ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഈ തൊഴിൽ ദിനം മെയ് ദിനം തൊഴിൽ ദിനമായിട്ട് വന്നതിന് ചിക്കാഗോയിൽ തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അവർ നടത്തിയ ഐതിഹാസികമായ സമരം, അതിനെ സാമ്രാജ്യത്വം അടിച്ചമർത്തിയതിൻ്റെ ഭാഗമായി കുറേ തൊഴിലാളികൾ രക്തസാക്ഷികളായി. ആ ദിനത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ മെയ് ദിനം ആചരിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ മെയ് ദിനത്തിന് ഈ കമ്പോളങ്ങളിൽ മൊത്തം അടയ്ക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. മാറി വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അടപ്പൊന്നുമില്ല. ഞങ്ങൾ ഈ തൊഴിലുടമകളുമായിട്ട് സഹകരിച്ച് തന്നെയാണ് ഈ തൊഴിൽ ദിനം ആചരിക്കുന്നത്. ഞങ്ങളിവിടെ കൊടിതോരണങ്ങൾ കെട്ടി എല്ലാ മേഖലയിലും തൊഴിലാളികൾ, അവിടെ പിന്നെ ഉടുപ്പിൻ്റെ വ്യത്യാസമില്ല, എല്ലാ തൊഴിലാളികളും ഒത്തൊരുമയോടെ നിന്നാണ് ഈ തൊഴിൽ ദിനത്തെ ആഘോഷിക്കുന്നത്. ഞങ്ങൾ ഈ ചുമട് തൊഴിൽ വെച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വരുമാനം, ഞങ്ങൾക്ക് ലേബർ ആക്ട് പ്രകാരം ഞങ്ങൾക്ക് ജോലി ചെയ്താൽ കയ്യിൽ കൂലി വാങ്ങാൻ പാടില്ല, വർക്കാറും പ്രകാരം ജോലി ചെയ്യാവൂ. അപ്പോൾ മാസം കിട്ടുന്ന ആ തുച്ഛമായ വരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ തൊഴിൽ സമയം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ തൊഴിലുടമകൾ അവർക്ക് നേരത്തെ അറിയാം, അവരുടെ സ്ഥാപനത്തിന് ലോഡ് ഇങ്ങനെ വരും എന്നുള്ള അവർക്കറിയാം. പക്ഷെ അവർ തൊഴിലാളി ഇല്ലാത്ത സമയത്ത് ഇറക്കുന്ന ഒരു സമീപനമുണ്ട്. അത് തൊഴിലാളി അറിഞ്ഞ് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ നോക്കൂലിയായി, പിന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ അത് പോവുകയാണ്.
ഇപ്പോൾ ഞങ്ങൾ ജോലി സംരക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളിവിടെ ഉറക്കം കഴിഞ്ഞ് ഈ ചാലക്കമ്പളത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബത്തിന് നമ്മളൊക്കെ കുടുംബത്തിനെ പോലും കാണാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഇവിടെയാണ് ചിലവഴിക്കുന്നത്. ഒരു ദിവസത്തിൽ രാവിലെ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ച് 7 മണി കഴിയും വീട്ടിൽ 9 മണിയൊക്കെ വീട്ടിലെത്തായി. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ നമ്മൾ വർക്ക് ഏരിയയിലാണ്. ഈ തൊഴിലാളിയുടെ ചുമട്ടുതൊഴിലാളികൾക്ക് കൂലി വർധന വരുന്നത് 2 വർഷത്തിലേക്കാണ് വരുന്നത്. അതേസമയം മറ്റ് മേഖലകളിൽ പണിയെടുക്കുന്ന ഇപ്പം പ്ലംബേഴ്സായിരുന്നാലും ശരി, വയറിംഗ് തൊഴിലാളിയായാലും ശരി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് 6 മാസം വയ്ക്കുകയോ അല്ലെങ്കിൽ 2 മാസം വയ്ക്കുകയോ അവർക്ക് കൂലി കൂട്ടാം. ഇപ്പോൾ 1200 രൂപ കൂലിയായിരുന്നത് ഇപ്പോൾ 1500 ആയി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്. ഇവിടെ നമുക്ക് വന്നിട്ട് ഒരു ചാക്ക് ഇറക്കണതിന് കൂലി 10 രൂപയാണെങ്കിൽ ആ 10 രൂപ തന്നെ ചെയ്തോളാം. അതിന് സാധനങ്ങളുടെ ഇപ്പം ചായ, ഇപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നു. ഗ്യാസ് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ചായ കച്ചവടക്കാർ ഒറ്റയടിക്ക് 2 രൂപ കൂട്ടി, ഒരു ചായക്ക് 2 രൂപ കൂട്ടി. ഒരു തൊഴിലാളിക്ക് ഈ വരുമാനത്തിൽ പിന്നെ മാറ്റം വരുന്നില്ല. തൊഴിലാളിക്ക് ഈ കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പിന്നെ കേരള സർക്കാർ ഒരു വില പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ നീതി സ്റ്റോർ വഴിയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു സമീപനം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരു ജീവിതത്തിൽ കിട്ടുന്ന വരുമാനം വെച്ച് ഇങ്ങനെ പോകാൻ കഴിയുന്നത്. അതേസമയം പിന്നെ ഈ കൂലി വർധനവ് എല്ലാ വർഷാവർഷമെങ്കിലും കൂലി വർദ്ധിപ്പിക്കാൻ ഒരു 10% വർധന വരുന്നത്. ചിലപ്പോൾ പിന്നെ നമ്മളെ നേതാക്കന്മാർ 25% കേൾക്കുമ്പോൾ തൊഴിലുടമകൾ അവരുടെ സംഘടന 5% തുടങ്ങും. അതിൽ ഒരു ചർച്ചയിൽ 10%, 8-10% ഒതുക്കുന്നത്. അപ്പോൾ അത് വർഷാവർഷം ഒരു കൂലി വർധനവുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത് പിന്നെ സർക്കാരും കൂടെ ഇടപെട്ടാണ്, സർക്കാരിൻ്റെ പ്രതിനിധികളും കൂടെ ഇടപെട്ടാണ് ഈ തീരുമാനം ഉണ്ടാവുന്നത്. തൊഴിലാളി നമ്മുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് ജോലി വന്നാലും നമ്മളത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതേസമയം മുതലാളിമാരത് വെച്ചാൽ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു 10%, 2 വർഷത്തേക്ക് കൂലി 10% കൊടുക്കുമ്പോൾ അവരുടെ പിന്നെ ഒരു ബണ്ടിലോ അത് ഈ 50 കിലോ വരുന്ന ബണ്ടിൽ 60 കിലോ ആവുകയാണ്, അല്ലെങ്കിൽ അതിനെ ഇരട്ടി 100 കിലോ ആക്കുകയാണ്. ഒരു ബണ്ടിലിൻ്റെ കൂലിയാണ് ഇപ്പോൾ നമ്മൾ 25 രൂപ കയറ്റിറക്ക കൂലി 25 രൂപ വയ്ക്കുന്നത്. അപ്പോൾ അത് മുതലാളിമാർ ചെയ്യുന്നത് ബണ്ടിലിനല്ലേ കൂലി. അപ്പോൾ 50 കിലോ എന്നുള്ള 100 കിലോ ആക്കിയാലും ബണ്ടിലിൻ്റെ കൂലി കൊടുത്താൽ മതിയല്ലോ. മുതലാളിമാർ എപ്പോഴും അവരുടെ സമ്പത്ത് കുന്നുകൂടാനുള്ള ശ്രമത്തിലാണ് അവർ. ഇപ്പം 10 രൂപ 20 രൂപ ആക്കാനും അല്ലെങ്കിൽ 1 കോടി 2 കോടി ആക്കാനും ഉള്ള ശ്രമത്തിലാണ്. തൊഴിലാളി അതല്ല. തൊഴിലാളി ജീവിതത്തിൻ്റെ അങ്ങേറ്റം കൂട്ടിമുട്ടിക്കാനും പെടുന്ന പാട് തൊഴിലാളിക്ക് അറിയാം. തൊഴിലാളി ദിന ആശംസകൾ. അല്ലെങ്കിൽ ഇപ്പം 4 മണി തൊട്ട് 3 മണി തൊട്ട് കാലത്ത് 11 മണി 12 മണി വരെ കാണും. വെയിലൊക്കെ ഉണ്ട്. പിന്നെ വെയിൽ കാണാതെ ചൂടടിച്ചാലേ ചെയ്യാൻ ഒക്കുള്ളൂ. ജോലികളൊക്കെ കുറവാണ് ഇപ്പം മാർക്കറ്റിൽ. നീങ്ങന്ന് ഇവിടുത്തെ ഈ ചില്ലറ ജോലികൾ തന്നെ ചെയ്യുന്നത്, ലേബർ ജോലി അല്ലല്ലേ തൊഴിലാളി ദിനം പറഞ്ഞിട്ട് അന്ന് ഇവിടെ വരാതിരുന്ന പൈസ കിട്ടൂല. അന്ന് പറഞ്ഞ ജോലി ചെയ്തതിലെ പൈസ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂട്ടത്തുള്ളതാണ്. ഇതെല്ലാം കൂട്ടത്തിൽ വേണം. തൊഴിലാളി ദിനം, ഈ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അതൊക്കെ മുമ്പ് ഒരു 10-30 വർഷത്തിന് മുമ്പായിരുന്നു ഈ സംവിധാനം ഉള്ളത്. ഇപ്പോഴേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കാര്യം. പിന്നെ ഒരു ദിവസം വരാതിരുന്ന ആ പൈസ കിട്ടൂലല്ലോ. തൊഴിലാളി ദിനം വീട്ടിൽ ഇരുന്നാലും ആരെയും പൈസ തരുമോ? ആരും തരൂല. കുടുംബത്തിന് നമ്മളിവിടെ കിട്ടുന്ന പൈസ വീട്ടിൽ മാർക്കതങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ കുടുംബ കാര്യങ്ങൾ നോക്കുന്നു. തൊഴിലുള്ള തൊക്കൂലി വേല ചുമട്ട് തൊഴിലാണ് ചാലമാർക്ക് 50 വർഷമായി. എന്തൊക്കെയാണ് തുടക്കത്തിൽ മുതൽ ഇന്ന് വരെയുള്ള? ചുമടാണ്, തലച്ചുമടാണ്. എന്തൊക്കെ ചുമടുകളാണ്? അതേപോലെ പച്ചക്കറികൾ, മറ്റുള്ള സാധനങ്ങൾ, ഐറ്റങ്ങൾ. നമ്മൾ 3 മണിക്ക് തുടങ്ങിയ 6 മണിക്ക് തീരും, 6-6:30 തീരും രാവിലെ. രാത്രി നമ്മൾ വീട്ടിൽ നൈറ്റിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ദീപമുള്ള ദിവസം വീട്ടിൽ കിടക്കും. അങ്ങനെയാണ് നമ്മൾ സാഹചര്യം. നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് ജീവിതമാർഗം ഒരു ദിവസം ബുദ്ധിക്കൊണ്ടുപോകുന്നത്. ഫോൺ വിലക്കുന്ന പെമ്മക്കളാണ്. പോകണ്ടെന്ന് പറയും. നമ്മൾ എത്ര ദിവസം വീട്ടിൽ കഴിച്ചു വിട്ടാൽ 5 ദിവസം മക്കൾ തരും. നാളെ നമ്മൾ പോകണ്ടെന്ന് പറയും. നമ്മളെ സാഹചര്യമാണ്. നമ്മളിവിടെ പാടുപെട്ടാലേ ഉള്ളൂ. മക്കളെല്ലാം തരാന്ന് പറയും. പെമ്മക്കൾ നാളെ പോകണ്ട എന്ന് പറഞ്ഞിരിക്കാം. എൻ്റെ പൈസയും മറ്റുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടല്ല പോകണം. നമ്മൾ അറിഞ്ഞാലേ നോക്കൂ. ഞാൻ എൻ്റെ 15 വയസ്സ് തൊട്ട് തുടങ്ങിയത്. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 58 വയസ്സായി. മലക്കറി മാത്രം തന്നെ, മലക്കറി കച്ചവടം. കുടുംബം വലിയ കുഴപ്പമില്ല പോണം. ഇപ്പൊ ജോലി ചെയ്യാൻ പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഇപ്പൊ കച്ചവടങ്ങൾ നഷ്ടവും ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ നഷ്ടവും ലാഭവും. ഇപ്പൊ ആളൊന്നും റോട്ടിലില്ലല്ല. എല്ലാ സൈഡും കച്ചവടം ആയിപ്പോയി. റോഡ് പൂര കച്ചവടം ആയിപ്പോയി. പിന്നെ നമുക്കിവിടെ കച്ചവടങ്ങളില്ല. കണ്ട ആള് കണ്ട പൊടി ആളില്ല. അപ്പൊ വിറ്റില്ലെങ്കിൽ നഷ്ടം. ഇവിടെ 45 വർഷമായി ഇവിടെ വന്നിട്ട്.
ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. ഇപ്പം 70 വയസ്സായി. 70 വയസ്സ് ഇവിടെ ആയിട്ട് ഇവിടെ ആത്തിയിരുന്ന റോട്ടിലാണ് ഇരുന്നത്. അങ്ങ് ആ മുക്കിലാണ് ഇരുന്നത്. അവിടെ 10-20 ദിവസം അവിടെ ഇരുന്നിട്ടാണ് അവിടെ നിന്ന് നേരെ ഇവിടെ ആ ഫ്ലാറ്റ് ഇത് നന്നാക്കിയപ്പോഴും ഇഞ്ഞ കയറി അന്നോട്ട് ഇന്ന് വരെ ഇവിടെ തന്നെ ഇരിക്കണത്. ഒരു കടവില്ല ഒന്നുമില്ല, ആളൊന്നും ഇല്ല മക്കളെ. മാർക്കറ്റിൽ കച്ചവടമൊക്കെ പോയി. പിന്നെ മരിക്കുന്ന നേരം ഇരുന്ന് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഓട്ടോ ഓടുന്ന ഒരു തൊഴിലാളിയാണ്. രാവിലെ 5 മണിക്ക് എണീറ്റുന്ന ഒരു കടയിൽ ഓട്ടോയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. എങ്കിലും അതൊക്കെ തരണം ചെയ്ത് അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു. വേറെ എന്താ പറയുന്നത്, ഞാൻ ഒരു എന്തായിരുന്നാലും ഒരു 30 വർഷത്തിന് മേളിലായി ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങിയിട്ട്. വേറെ തൊഴിലുകളൊന്നുമില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ് പോവേ ഉള്ളൂ. 8 മണിക്കൂറൊക്കെ തന്നെ അതേ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ചൂടനുസരിച്ച് അതും പറ്റൂല. ആ ഒരവസ്ഥയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ 2 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂലിക്കാണ് ആദ്യം ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഓട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നാലും ലോണിൽ കൂടെ ആണെങ്കിലും ഒരു ഓട്ടോ സ്വന്തമാക്കി. അതുകൊണ്ടുമാണ് ഞാൻ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ജോലിയുടെ മഹത്വം ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. ജോലിക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്. ഓട്ടോ ഓടുന്ന തൊഴിലാളികൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇതിപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കട ചേട്ടൻ്റെ കടയാണ്. ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു 2 ഓട്ടോ ഉണ്ട്. 2 ഓട്ടം 2 അടുത്ത് കൊണ്ട് കൊടുക്കുക, പോരുക. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഞാൻ ആ പുള്ളിയെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ അവരെ വന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവർ നമ്മളോട് നന്ദിയൊക്കെ പറയുകയും ചെയ്തു. ആദ്യം അവർ തെറ്റിദ്ധരിച്ചു, നമ്മൾ കൊണ്ടെത്തിച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ല. അതവിടെ കളഞ്ഞിട്ടങ്ങ് പോകും. പലരും ഓട്ടോയിൽ കയറിയിട്ട് ക്യാഷ് ഇല്ല ഇറങ്ങി പോയിട്ടുണ്ട്, ക്യാഷ് തരാതെ പോയിട്ടുണ്ട്. ചില ആൾക്കാർ ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പം നിങ്ങൾ പൊക്കോ, പിന്നെ എന്തെങ്കിലും കാണാമാ, അങ്ങനെയൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതല്ലാതെ അതൊക്കെ തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. ഇതൊന്നും ഓർത്തിരിക്കാനും പറ്റൂല. ഇതുകൊണ്ട് ഓർത്തുകൊണ്ടിരുന്ന നമ്മളെ മുന്നോട്ടുള്ള ജീവിതം നടക്കില്ല. അതവിടെ അങ്ങ് പോവുക. എന്നാൽ മറ്റൊരു വശത്ത് മത്സ്യക്കച്ചവടക്കാർ. കടൽ വാസനയേക്കാൾ ശക്തമായി ഇരിക്കുന്ന പരക്കുന്ന മറ്റൊരു വാസനയുണ്ട്, മാലിന്യത്തിൻ്റെ, അഴുക്കിൻ്റെ. ചാല മാർക്കറ്റിൽ മാലിന്യത്തിൻ്റെ കൂമ്പാരങ്ങൾക്കിടയിൽ മൂക്കുപൊത്തിയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നവരുടെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. ഒരു കക്കൂസ് പോലും ശരിയായില്ല, ഉള്ളതിൽ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. പുതിയ ബാത്റൂമുകൾ പണിതിട്ടുണ്ട്, പക്ഷേ അത് തുറന്നു കൊടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ ചാലയിലെ പച്ചക്കറി കച്ചവടക്കാരനാണ്. ഒരു 3 വർഷമായിട്ട് ഇവിടെ ഈ ചവറ് വേസ്റ്റ്, ഇത് പബ്ലിക് ടോയ്ലറ്റാണ്. അതിൻ്റെ പുറകുവശത്തെ ഈ ചവറിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടുപോകണം. 3 വർഷമായിട്ട് ഇത് നിലവിൽ ഇവിടെ സ്റ്റോക്കായി കിടപ്പുണ്ട്. ചവറ് വാരാനോ മാറ്റാനോ ഒരു സൗകര്യവും ഇല്ല. ഇത് മേളിൽ കയറണം. മേളിൽ കയറിയിട്ട് ഇത് വെള്ളം പോകാതെ മീൻകട മാർക്കറ്റിലെ വേസ്റ്റ് വെള്ളം വരുന്ന ഈ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ചവറ് മാലിന്യം വന്ന് കിടക്കുന്നതിൻ്റെ പ്രശ്നത്തിൽ ഈ വെള്ളം പോകാതെ ഇവിടെ കെട്ടിക്കിടന്ന് പൊതുജനങ്ങൾക്ക് മീൻ മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ഇതുവഴി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂക്കുപൊത്തി വരേണ്ട ഒരു അവസ്ഥയാണ്. ദാ കാണുന്നതാണ് ഞാൻ പച്ചക്കറി ചെയ്യുന്ന സ്ഥലം. 3 ചാക്കോ 4 ചാക്കോ വിൽക്കുന്നതാണ്. വെളുപ്പിലെ 4 മണിക്ക് വരുന്നതാണ്. ഈ സമയം വരെ ആയിട്ടും എനിക്ക് ഒരു ചാക്ക് എടുത്തിട്ട് വിൽക്കാനോ എടുക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ്. പൊതുജനങ്ങൾ വരുന്ന മെയിൻ വഴിയാണ്. പച്ചക്കറി കടയിലോ മീൻ മേടിക്കാനോ വരുന്ന ഒരു വഴിയുടെ അവസ്ഥയാണ് ഇത്. ഈ വേസ്റ്റ് ഇവിടുന്ന് മാറാനോ എടുക്കാനോ ഒരു സംവിധാനം ഇല്ലാതെ 3 വർഷമായിട്ട് കിടക്കുകയാണ്. ഇപ്പം നിലവിൽ ഈ വെള്ളം പോയാൽ മാത്രമേ മീൻകടയിലെ മാലിന്യ വെള്ളങ്ങൾ പോകാനുള്ള സംവിധാനമുള്ളൂ. തൊഴിലാളി ദിനമായിട്ട് തൊഴിലാളികൾക്ക് കച്ചവടം ചെയ്യാനോ അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടെ പച്ചക്കറി കച്ചവടം ചെയ്യാനോ വാങ്ങുവാനോ മൂക്കുംപൊത്തി വരേണ്ട ഒരു അവസ്ഥയാണ്. കച്ചവടം നിലവിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറിയാൽ മാത്രമേ ഈ ചാലക്കടയിൽ പിന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. മെയിനായിട്ട് വെള്ളം പോകാനുള്ള ഇത് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. രണ്ടാമതായി ഈ വേസ്റ്റ് മാറുന്നില്ല. 3 വർഷത്തിന് മേളിലായി ഇതിവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് പബ്ലിക് ടോയ്ലറ്റാണ് ഈ ചാല മാർക്കറ്റിൽ. ഇതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആകെ ഒരെണ്ണം ഇതിൽ യൂസ് ചെയ്തുള്ളൂ. 8 ബാത്റൂം ഉള്ളതാണ്. 2 കുളിപ്പുരയും 5
ബാത്റൂമാണ്. ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം മാലിന്യം, ഇത് വേസ്റ്റ് ഇതിൽ കെട്ടിക്കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് മാലിന്യം ഇത് നോക്കണം, ഒന്നും പ്രയോജനയോഗ്യമായിട്ടുള്ള ഒരു ബാത്റൂമും ഇല്ല. എല്ലാം വേസ്റ്റ് ഇതിൽ കെട്ടിക്കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ നോക്കണം. ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. പബ്ലിക് ടോയ്ലറ്റാണ്. ഇതാണ് ഈ ബാത്റൂമിൻ്റെ അവസ്ഥ. പൊതുജനങ്ങൾ പോകുന്നതും കച്ചവടക്കാരും കൂലിക്കാരും യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ. അപ്പം ഇത് ഒന്നും വൃത്തിയാകുന്നില്ല. ഇതാണ് മീൻ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം, ആദ്യം വരുന്ന ഒരു ലൈന്. ഈ ലൈനിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. വെള്ളം പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ വൃത്തിയായാൽ മാത്രമേ വെള്ളം പോകുകയോ മൂക്കും പൊത്തി വരുന്ന അവസ്ഥയാണ്. മൂക്ക് പൊത്താതെ പോകുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയായാൽ മാത്രമേ നടന്ന് വരാനോ എടുക്കാനോ പറ്റുകയുള്ളൂ. ഈ ബാത്റൂമിനകത്ത് കൂടിയാണ് മീൻ മാർക്കറ്റിലെ വെള്ളം മെയിനായിട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ നിന്നാണ് നേരെ തിരിച്ച് ഈ ബാത്റൂമിലേക്ക് വരുന്ന ഒരു എൻട്രൻസ്. ഇവിടെ നിന്നാണ് ബാത്റൂമിൽ പോകേണ്ടത്. അപ്പം ഇതിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ നിലവിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ബാത്റൂമുകളൊക്കെ. ഇതാണ് ചാല ബാത്റൂം. ഇത് പോകുന്ന വെള്ളത്തിന്റെ ഇത് ഞാൻ പറഞ്ഞു. ബാക്കിൽ ചവറ് കിടക്കുന്നത് മീൻ മാർക്കറ്റിൽ കയറാനുള്ള ഇത് മീൻ മാർക്കറ്റാണ്. ഇപ്പൊ ഇവർക്ക് കച്ചവടക്കാർക്ക് ആർക്കും ഒരു കച്ചവടം ഇല്ല. ഇവിടെ ആരും വാങ്ങാൻ വരുന്നില്ല. അവസ്ഥ എന്ന് വെച്ചാൽ ഈ മൂക്കുപൊത്തിയുള്ള ഒരു വരവാണ്. ഒരു കച്ചവടക്കാർക്ക് പൊതുവെ നിലവിൽ ഇപ്പൊ ആർക്കും കച്ചവടം ഇല്ല. ഇവിടെ ഏറ്റവും വില കുറവിലാണ് മീൻ പോകുന്നത്. പക്ഷെ അവർക്ക് അവിടെ വിറ്റ് പോകാന്നുള്ള ഒരു അവസ്ഥ അല്ല ഇപ്പൊ. 15 വർഷം കൊണ്ട് ഇവിടെ കച്ചവടത്തിനുണ്ട്. ബാത്റൂം ഒരു ശരിയുമില്ല, ഒരു കൊണ്ടിയില്ല, ഒരു ഗാറ്റ് നേരെ ചൊവ്വയില്ല, ഒരു പക്കറ്റില്ല, ഒരു മക്കില്ല. കാപ്പിപൊടി കളറായിട്ട് കിടക്കണ ഒരു വൃത്തിയില്ല. മനുഷ്യനെത്തി 2 രൂപ കൊടുത്തായിരുന്നാലും പോയി വരണോ, പോവാൻ പോലും പറ്റൂല, പോവാൻ പോലും പറ്റൂല. ആ കയറി 5 മിനിറ്റ് കയറി നോക്കിയിട്ട് പോയാൽ മനസ്സിലാവും കള്ളം പറയണ ഉള്ളത് പറഞ്ഞു. ഇത് അനുഭവിക്കുന്ന ഒരു 3-4 വർഷം കൊണ്ട്. കാലയ്ക്ക് വേണ്ടി കെട്ടിയ പുതിയ ബാത്റൂമാണ്. ഇതിപ്പോ ഏതാണ്ട് പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഏതാണ്ട് ഒരു 2 വർഷത്തിന് മേളായി ഇത് ഓപ്പൺ ഇത് എല്ലാം പൂർത്തീകരിച്ചിട്ട്. ഇതുവരെ ഇത് ടെൻഡർ കൊടുത്തോ ഇല്ലേന്നൊന്നും അറിഞ്ഞില്ല. ഇതുവരെ ചാലയിലുള്ള ആർക്കും ഉപയോഗിക്കാൻ ഇത് പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇത് കിടക്കുകയാണ്. ഈ 2 നില ബിൽഡിംഗ് ആണ്. 2 മണി മുതൽ ഇവിടുത്തെ ജോലിക്കാര് ബാത്റൂം സൗകര്യം ഇല്ലാതെ കിടന്ന് ഓടിക്കൊണ്ട് നൈറ്റ് 2 മണി മുതൽ 1 മണിയോളം അവര് ജോലി കഴിഞ്ഞിട്ടാണ് വണ്ടിയിലെ ചെമിടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ പോകുന്നത്. അപ്പൊ അവർക്ക് ബാത്റൂം സൗകര്യം ഇല്ല. മെയിനായിട്ട് അതൊരു സൗകര്യം ഉണ്ടായി കൊടുക്കണം. സർക്കാരിൽ നിന്നായിരുന്നാലും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കാൻ വേണം. എൻ്റെ പേര് ജോളി എന്നാണ്. ഞാൻ ചാല മാർക്കറ്റാണ് എൻ്റെ ക്ലീനിങ്. രാവിലെ ഞാൻ 5 മണിക്ക് ഇവിടെ എത്തണം. 5 മണിക്ക് എത്തി ജോലി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരാഴ്ച മുതൽ 6 മണി ഡ്യൂട്ടിയാണ്. 6 മണി ഡ്യൂട്ടിക്ക് 6:30-6:30-ക്കകം ജോലി തുടങ്ങും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം വേസ്റ്റും എല്ലാം നിറഞ്ഞു കിടക്കും. അതെല്ലാം വാരി വയ്ക്കണം. അത് കഴിഞ്ഞ് ഇവിടെ മാർക്കറ്റിനകം നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ ഒത്തിരി വേസ്റ്റും മലക്കറി വേസ്റ്റും എല്ലാം വരുന്നുണ്ട്. അതെല്ലാം വാരി കൂട്ടി വെച്ച് അത് വണ്ടിക്കാർ വന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരുണ്ട്, അവർ വന്ന് എല്ലാം വാരി കൊണ്ടുപോയി മാർക്കറ്റ് മൊത്തം ക്ലീൻ ആക്കിയിടും. മാർക്കറ്റിനകത്ത് ഒത്തിരി പണിയുണ്ട്. ഒരുപാട് ഇന്ന് നമ്മൾ ചെയ്ത് തീർത്തിരുന്നാലും നാളെ ഇതിനപ്പുറമായിട്ടാണ് വേസ്റ്റ് വന്നു കയറുന്നത്. പക്ഷെ തൊഴിലാളികൾ കുറവാണ്. തൊഴിലാളികൾ ഇപ്പോൾ ഒരു 32-35 തൊഴിലാളികളെ ഇവിടെ ഉള്ളൂ. 10-60 പേരോളം ജോലി ചെയ്ത സ്ഥലമാണ് ഇവിടെ. അപ്പം അതിനുള്ള കുറവ് ഇതിനകത്തുണ്ട്. അപ്പം ആളെ തൊഴിലാളികൾ വേണം ഇതിനകത്ത്, ഇനിയും വേണം. എന്തായാലും ഈ മാർക്കറ്റ് ഒരുവിധം ക്ലിയറായി പോകത്തുള്ളൂ. നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവരൂടെ ശ്രദ്ധിക്കണം. അവർ എല്ലാം കച്ചവടം ചെയ്ത് വാരിത് ഈ കമ്പാർട്ട്മെന്റിന്റെ ബാക്കിലാണ് വാരിക്കൊണ്ട് തള്ളുന്നത്. അപ്പൊ ഇപ്പോഴും അവിടെ 10-12 തൊഴിലാളികൾ നിന്ന് ചുമക്കുന്നുണ്ട് അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട അടഞ്ഞു പോയി. ആ ഓട തുറന്ന് വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മീന്. ഈ പച്ച മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ ആളില്ല. ഇത് അവിടെ ഹോൾഡേന് വേണ്ടി പൊക്കിയണമെന്ന് 1 കിലോ 400 രൂപയാണ് 4 എണ്ണം. ഇവിടെ 4, 5, 200 രൂപയ്ക്ക് വെച്ചിട്ട് വാങ്ങിക്കാൻ ആളില്ല.
എന്താണ് ഇതിന്റെ കാരണം? ഇത് കാരണം നിങ്ങൾ തന്നെ കണ്ടെത്തി തരണം. അപ്പൊ ഈ തെരുവുകളിൽ വെക്കുന്ന മീൻ കച്ചവടം നിർത്തി തരണം. അത് നിർത്താതെ ഇരുന്ന മാർക്കറ്റ് ഇവിടെ ടാക്സി കൊടുത്തിരിക്കുന്ന ഞങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിതമില്ല. ടാക്സികൾ കൊടുക്കുകയാണ് ഞങ്ങൾ ഇതിന്റെ അകത്ത്. 45 വർഷമായി ഇവിടെ വന്നിട്ട്. ഈ 45 വർഷം കൊണ്ട് നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യാണ്. വയസ്സ് 61ആയി. ഇവിടെ ഈ വേസ്റ്റ് ഇവിടെ അവർ ഡെയിലി വാരുന്നുണ്ട്. പക്ഷെ രാവിലെ വന്ന് വാരുമ്പോ ഈ രാവിലെ തൊട്ടുള്ള വേസ്റ്റ് രാവിലെയാണ് വന്ന് വാരുന്നത്. ഈ ചൂട് കാരണം. ആളുണ്ടല്ലോ ഇവിടെ, കോർപ്പറേഷൻ ആള് വരുന്നുണ്ട്. ഇവിടെ 4 പേര് വരുന്നുണ്ട്. തൂക്കാൻ 2 പേര്, ചോറ് വാരാൻ 2 പേര്, 4 പേര് വരുന്നുണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ പിന്നെ ഇവിടെ സ്മെല്ല്, ഈ കോഴിക്കടയിലെ സ്മെല്ലാണ് ഏറ്റവും പ്രശ്നം. അതാണ് ഇവിടെ ഏറ്റവും ഈ മാർക്കറ്റിൽ ബാധിക്കുന്നത്, ഈ കോഴിക്കടയിലെ പ്രശ്നം. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ തിരുവനന്തപുരം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളിയായിട്ട് ജോലി നോക്കുന്നു. ഞാനിപ്പോൾ 2 വർഷത്തോളമായി. അതിന് മുന്നേ താൽക്കാലികമായിട്ട് നഗരസഭയുടെ കീഴിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഈ നാടും നഗരവും എല്ലാം ഉണരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഈ ജോലിക്ക് ഇറങ്ങി ഈ നാടും നഗരവും വൃത്തിയാക്കിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു പങ്കാളിയാവാൻ കഴിയുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടുകാർക്കും ഈ ജോലിക്കൊന്നും യാതൊരു എതിർപ്പുമില്ല. കാരണം നഗരസഭ ഞങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാം ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു ചെറിയൊരു സപ്പോർട്ട്. കാരണം അനധികൃതമായിട്ട് മാലിന്യങ്ങൾ യാത്രാകാലങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളും മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന പോലും നൽകാതെ അത് അനധികൃതമായിട്ട് ചാക്ക് കണക്കിന്, ലോഡ് കണക്കിന് മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും കൊണ്ട് നിക്ഷേപിച്ചു. കാരണം ഞങ്ങൾ ഇപ്പോൾ ചാല സർക്കിളിനകത്ത് ഞങ്ങൾക്കിപ്പോൾ നിരന്തരമായിട്ട് ഈ മാലിന്യം ഈ ഓട്ടോയിലും കൊണ്ട് രാത്രികാലങ്ങളിൽ തള്ളുന്നതിൻ്റെ ഭീഷണി വളരെ വളരെ വലുതാണ്. കാരണം അത് നിങ്ങൾക്ക് അത് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം 2-3 ലോഡ് കണക്കിന് വേസ്റ്റാണ് ഞങ്ങൾ അത് മാറ്റുന്നത്. കാരണം ഈ വേസ്റ്റ് വെറുതെ ഞങ്ങൾ കൊണ്ട് വല്ലയിടത്തും കൊണ്ട് തള്ളുന്നതല്ല. അതിൽ നിന്ന് ഫുഡ് മാറ്റണം, പ്ലാസ്റ്റിക് മാറ്റണം, അതിൽ മറ്റ് കരിയില അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ മാറ്റണം. അങ്ങനെ കൊണ്ട് ഒരിടത്തും കൊണ്ട് ചെയ്യുന്നതല്ല. ഈ ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ കൊണ്ട് അതിനെ അരച്ച് പേസ്റ്റാക്കി അതിനെ ഒരു വളത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രക്രിയയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളത് ചെയ്യുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ തന്നെ നമ്മൾ ലെഗസി വേസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റിയിട്ട് അത് ലോഡായിട്ട് നഗരസഭയുടെ തന്നെ വണ്ടി വരുമ്പോൾ അതിങ്ങനെ കയറ്റി വിടുന്നു. പക്ഷേ അതങ്ങനെ തരംതിരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ജോലിയാണ്, നമ്മുടെ ജീവിത മാർഗമാണ് എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. തൊഴിൽ ദിനം ചിലർക്ക് ഇതൊരു ആഘോഷം. പക്ഷേ ഇവർക്കോ ഇത് സാധാരണ ഒരു ദിവസം മാത്രം. വേദനയോടെയും വിയർപ്പോടെയും പോരാട്ടത്തോടെയും നിറഞ്ഞ ഒരു ദിവസം. ചോദ്യം ഒന്ന് മാത്രമാണ്, ഈ മനുഷ്യരുടെ ശബ്ദം ഇനിയെങ്കിലും ആരെങ്കിലും കേൾക്കുമോ?